ഒരു വ്യത്യസ്ത വിദ്യാലയം, ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം. 1200 തിരുനിഴൽമാല എന്നൊരു ഗ്രന്ഥം ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതായിട്ട് നമ്മുടെ രേഖകളിൽ കാണുന്നുണ്ട്. അത് വായിക്കുമ്പോൾ ആറന്മുളയിലെ ചെറിയ നദികൾ പോലും, ചെറിയ കൈത്തോടുകൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ജനകീയ ഉത്സവങ്ങൾ, കലകൾ, സാഹിത്യം, കൃഷി, വ്യവസായം, വാണിജ്യം, വ്യാപാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഒരു നാടിൻ്റെ തന്നെ ഒരു പ്രവർത്തന കേന്ദ്രമായി മാറിയിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഈ മഹത്തായ പൈതൃകത്തെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഈ പൈതൃക മൂല്യങ്ങളെ സംരക്ഷിച്ച് അതിനെ പരിപാലിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അങ്ങനെ ഈ പൈതൃക ഗ്രാമത്തെ അതിൻ്റെ നഷ്ടപ്പെട്ട വൈഭവം വീണ്ടെടുത്ത് ഒരു പുനർജനി ഉണ്ടാക്കി വരും കാലങ്ങളിൽ നാടിൻ്റെ ഏതു ഭാഗത്തു നിന്നും വരുന്നവർക്കും തങ്ങളുടെ പൈതൃകം എന്താണ് എന്ന് നേരിട്ട് കണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രാമമായി വികസിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് ഈ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ ഉദ്ദേശം. വിദ്യാഭ്യാസത്തിലൂടെ ജനങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ കഴിയും. വരുന്ന തലമുറയിലേക്ക് ഈ ആശയം കൊടുത്തുവെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഒരു മെച്ചമുണ്ടാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹെറിറ്റേജ് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്നത്. ആ ഹെറിറ്റേജ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ആദ്യമായി അവരുടെ പൈതൃകത്തെക്കുറിച്ചുള്ളൊരു അഭിമാനമുണ്ടാവുക, അറിവുണ്ടാവുക, അതേക്കുറിച്ച് അവർ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നാടിൻ്റെ മഹത്തായ പൈതൃകത്തിലുള്ള അവബോധം അവർക്കുണ്ടാക്കിയെടുക്കുക. അതിന് സ്കൂൾ ആവശ്യമാണ്. അപ്പോൾ സ്കൂളിലൂടെ നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് പതുക്കെ പകർന്നു കൊടുക്കും. ബേസിക് കൺസെപ്റ്റ് ഹെറിറ്റേജ് സ്കൂൾ എന്നുള്ള ബേസിക് കൺസെപ്റ്റിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ നമ്മൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഇന്നത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ LKG പ്ലേ സ്കൂൾ തൊട്ട് 2ാം ക്ലാസ് വരെ ഒരു യൂണിറ്റ് ആക്കിക്കൊണ്ട് ഈ ഏറ്റവും ചെറിയ കുട്ടികളെ നമ്മൾ ഈ ഹെറിറ്റേജിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസായ നമ്മുടെ മൂല്യങ്ങൾ പഠിപ്പിച്ച് അവരെ ഏറ്റവും കഴിവുള്ള കുട്ടികളായിട്ട് 2ാം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുക. അത് കഴിഞ്ഞിട്ട് അപ്പർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവരുടെ ടാലൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം ഒരു 6ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ആ ടാലൻറ്റിനനുസരിച്ച് അവരുടെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ ഹെറിറ്റേജുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ഈ CBSE കരിക്കുലത്തിൽ പൂർണ്ണമായിട്ട് നിന്നുകൊണ്ട് CBSE കരിക്കുലം ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്നുകൊണ്ട് അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് CBSE ഇപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതായത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള പഠനം 1, പിന്നെ കുട്ടികളുടെ അഭിരുചി അനുസരിച്ചുള്ള പഠനം 2. ഇതിനകത്ത് എത്രത്തോളം ആ സിലബസ് കരിക്കുലത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം ഫ്ലെക്സിബിളാകാം അത്രയും ഫ്ലെക്സിബിളാകാമെന്ന് CBSE പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തൊരു ആശങ്കയില്ല, പേരൻസിനും അതിന് ആശങ്കയില്ല. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകതരം ഇതിനുമായി ബന്ധപ്പെട്ട പേരൻസിനെ രൂപപ്പെടുത്തുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക കൗൺസിലിംഗ് നമ്മൾ കൊടുത്ത് പേരൻസിനെ ആ രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതാണ്.
ഹെറിറ്റേജ് ആസ്പെക്റ്റ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ മൂല്യങ്ങളെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീത തന്നെയാണ്. ബേസിക് ഗീത പഠനം ഞങ്ങളുടെ കമ്പൽസറിയാണ് ഇവിടെ. പിന്നെ ഈ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് കളരി, യോഗ ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ മറ്റുള്ള സ്കൂളുകളിൽ കാണാത്ത ഈ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ. കാരണം അതല്ല എങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു ഡിസിഷൻ മേക്കിങ്, അതുപോലെ തന്നെ അവരുടെ ഒരു മാനസികമായ ഡെവലപ്മെൻറ്റ് ഒരു ഹയർ സ്റ്റേജ് വരുമ്പോൾ പാളിപ്പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിദ്യാഭ്യാസം വളരെ യുണീക്കായിട്ടുള്ള, ഇന്ത്യയിൽ എങ്ങും കിട്ടാത്ത ഒരു പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി, അവനൊരു എൻജിനീയറാണ്, അല്ലെങ്കിൽ അവന് വേറൊരു മാനേജറാണ്. പക്ഷേ അവൻ്റെ മേഖലയിൽ അവൻ്റെ വ്യക്തിത്വം മനുഷ്യത്വപരമായിട്ടുള്ളതും അവൻ്റെ സോഷ്യൽ കാഴ്ചപ്പാടോടുകൂടി അവൻ ആ ജോലി ചെയ്യാൻ കഴിവുള്ള നല്ലൊരു വ്യക്തിത്വമായിരിക്കും ഈ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ അവൻ ഏത് വലിയ പോസ്റ്റിൽ പോയാലും അവനൊരു ആ ഒരു കാഴ്ചപ്പാട് അവന് ഈ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. പാഠ്യ വിഷയങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ ഡാൻസിന് ടീച്ചറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ക്ലാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കളരി, പിന്നെ യോഗ, പിന്നെ സ്പോർട്സിന് നമ്മൾ PT സാറ് നമ്മൾക്ക് 2 ആഴ്ചയിലൊരിക്കൽ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. CBSE പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന പാഠ്യഭാഗം, എക്സ്പെഷ്യലി ഞാൻ ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റോറീസ് കാണും, അതുപോലെ പ്ലേസ് ഒക്കെ കാണും. അപ്പോൾ അവിടെ ഞാൻ ആദ്യം അവർക്ക് ആ കഥ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് റോൾ പ്ലേ ചെയ്യിപ്പിക്കും. അതായത് ഒരു കുറച്ച് ഭാഗം ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ ഈ 2 കുട്ടികളെ വെച്ച്, എപ്പോഴും ഒക്കത്തില്ല, എന്നാലും സമയം കിട്ടുമ്പോൾ നമുക്ക് എക്സ്ട്രാ പീരീഡൊക്കെ കിട്ടുന്ന സമയത്ത് അവരെ കൊണ്ട് അങ്ങനൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും ഒരു കോൺഫിഡൻസ് വരും. ടീച്ചർ നല്ല അപാരമാണ്, നല്ലത് സ്നേഹമുണ്ട്. അവരുടെ കൊച്ചു പിള്ളേരായി വെക്കും, ആ സ്വന്തം പിള്ളേരായി വെക്കും. അല്ല വേറെ മതമായാലും വേറെ ജാതി ആയാലും ഒന്നുമില്ല സ്കൂളിൽ. LKG മുതൽ പഠിക്കുന്നതിന് ആദ്യം തന്നെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ താങ്ക്സ് പറഞ്ഞു. ഇവിടെ കൊണ്ട് ചേർത്തതിൽ, ഇവിടെ ഇത്രയും നാൾ പഠിച്ചതിൽ വെച്ച് എനിക്കൊരു റിഗോർട്ടും തോന്നിയിട്ടില്ല. ഈ സ്കൂൾ മാറണമെന്നും ഇതേവരെ തോന്നിയിട്ടില്ല. വളരെ ഹാപ്പിയാണ് ഇവിടെ പഠിക്കാൻ. ബിക്കോസ് ഓഫ് ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും നമുക്ക് ഇത്രയും പ്രകൃതിയുമായിട്ട് ഭയങ്കര ഇണങ്ങി ചേരാൻ പറ്റിയൊരു സ്കൂളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇറ്റ്സ് റെക്കോർഡിങ്. ഞാൻ ഇവിടെ വെച്ച് തരുന്ന പ്രോമിസാണ്, 95% അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടേ പോകത്തുള്ളൂ. ആസ് ഇവിടെ LKG മുതൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് വെറുതെ ഇവിടുന്ന് ഞാൻ പോകില്ല. ഞാൻ ഇവിടുന്ന് 95% മേടിച്ച് എൻ്റെ 100% കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് ഇപ്പം ഇവിടെ വെച്ച് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. കെയറിംഗ് ഒക്കെ നല്ല കെയറിംഗ് ആണ്. കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് ചെന്ന് കുട്ടികൾക്ക് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അതനുസരിച്ച് അവരെ നല്ലതായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം 10 വർഷമായിട്ട് എൻ്റെ മോൾ ഇവിടെ തന്നെയാണല്ലോ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അവളെ കണ്ടിട്ടാണ് അവരും ഇവിടോട്ട് വന്നിരിക്കുന്നത്. ക്രിസ്ത്യനാണ് ഞങ്ങൾ. അപ്പം അവനെ കൊണ്ടുവിട്ട സമയത്ത് അവന് സഹകരണ മനോഭാവം ഇല്ലായിരുന്നു. അവൻ ഒത്തിരി ലോ ഇതായിരുന്നു. അവന് ഇംഗ്ലീഷ് സംസാരിക്കൂ, പിന്നെ സഹകരണ മനോഭാവം ഇല്ല, ഷെയറിങ് ഇല്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിവിടെ കൊണ്ടുവിട്ടപ്പോൾ ടീച്ചേഴ്സിനോട് പറഞ്ഞത്
3 മാസം കൊണ്ട് അവനെ മലയാളം സംസാരിപ്പിക്കണം. അവർ പക്ഷേ 1.5 മാസം കൊണ്ട് മലയാളം സംസാരിപ്പിച്ചു. ഇപ്പം ഇംഗ്ലീഷ് പറയുന്നതിനോട് കൂടെ തന്നെ അവന് മലയാളം നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ മലയാളം പറയും. ഇവന് കുട്ടികൾ തൊടാൻ പാടില്ല, എടാന്ന് വിളിക്കാൻ പാടില്ല, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഇവിടെ വന്ന് ഇപ്പം ഞാൻ മറ്റുള്ളവർ സഹകരിക്കുന്നതിനേക്കാളും കൂടുതൽ അവൻ സഹകരിക്കും. ഒരമ്മച്ചയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ അല്ലെങ്കിൽ മുതിർന്ന ആരെ കണ്ടാൽ അവൻ കൈ കൂപ്പും. അതൊന്നും ഞങ്ങളുടെ ഇതിലില്ല. അപ്പം അങ്ങനെ ഇല്ലായിരുന്നു അവന്. ഇപ്പൊ പക്ഷെ അങ്ങനല്ല. അവൻ ആരെ കണ്ടാലും ഹരിയോം പറയാനും കൈ കൂപ്പാനും അല്ലെ കാലത്തൊട്ടൊന്ന് നമസ്കരിക്കാനും എല്ലാം തലയൊന്ന് വണങ്ങാനും എല്ലാം അവൻ ഈ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. ഷെയറിങ് അതവന് ഇല്ലായിരുന്നു. ഒരു 10 മുട്ടായി കിട്ടിയാലും അവനത് ഫ്രിഡ്ജ് വെച്ച് അല്ലെ അവനത് സ്വന്തമായിട്ട് അവൻ കഴിക്കും. ഇപ്പൊ അങ്ങനല്ല. ഒരു മുട്ടായി കിട്ടിയ എൻ്റെ പകുതി മുറിച്ച് അവന് ചെറുതെടുത്ത് മറ്റുള്ളവർക്ക് അത് കൊടുക്കാനായിട്ട് അങ്ങനെയുള്ളൊരു സ്വഭാവമാണ്. ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം അഡ്മിഷൻ അവസാന ഘട്ടത്തിലേക്ക്.